വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ മനസ്സമാധാനം തന്നിരിക്കുന്നു. എന്തൊരു മനോഹരമായ ആയത്ത്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുണ്ട്. വീടുകൾ സമാധാനത്തിന്റെ ഇടങ്ങളാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന പക്ഷം, ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കുകയും നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കുകയും ആ വീട്ടുകാരോട് സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് കടക്കരുതേ. ആ വീട്ടുകാരൻ സമ്മതം തന്ന് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ അവിടെ ആവശ്യമില്ല. ആ വീട്ടുകാരറിയാതെ നിങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലാൻ, നിങ്ങളുടെ വരവ് പോലും അവർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഒരു കോമൺ സെൻസ് വേണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ചില ആളുകൾ വരുന്നത് ബോറടിപ്പിക്കലാണ്. ചില വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അത് അയാളോടങ്ങ് പറഞ്ഞാൽ കുടുംബം തെറ്റും ചെയ്യും. അയാളങ്ങ് കണ്ട് മനസ്സിലാക്കണമില്ല. ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് അല്ലാഹു തസ്തഇദിനു, സമ്മതം ചോദിക്കണം എന്ന അർത്ഥത്തിൽ തസ്തഇനിസു എന്ന് പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കണം. അത് കണ്ടറിയാനുള്ള സ്വാഭാവിക ബുദ്ധി ഏതൊരു മനുഷ്യനുണ്ടാവും. നമ്മളെ ചെല്ലുന്നവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാൻ കഴിയില്ലല്ലോ പലയിടത്തും. അതൊരു കുറ്റമായി, ഒരു ആരോപണമായി, ഒരു നിന്ദിക്കലായി മാറൂലേ? അപ്പൊ അവര് പറയില്ല. അത് പോകുന്നവര് മനസ്സിലാക്കണം. ഖുർആൻ പറയാ, വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയാതെയും സമ്മതം ചോദിക്കാതെയും വീടുകളിലേക്ക് കയറി ചെല്ലരുതേ. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഉത്തമം. സൂറത്തുൻ നൂർ, ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ, ആ വീട്ടിൽ ആരുമില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് സമ്മതം നൽകപ്പെടുന്നത് വരെ. വഇൻ ഖീല ലകും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് തിരിച്ചു പൊയ്ക്കോളൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് കയറരുത് എന്ന് ഏതെങ്കിലും ഒരു വീട്ടുകാരൻ പറഞ്ഞാൽ അതെന്താ എന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഫർജിഉ, നിങ്ങൾ തിരിച്ചു പോരണം. പിന്നെ അടുക്കളയിൽ കൂടെ പോവരുത്, പിന്നെ ജമ്പ് ചെയ്തിട്ട് പോവരുത്, പിന്നെ ഒളിക്കണ്ണുമായി അവരുടെ ബെഡ്റൂമിലേക്ക് നോക്കരുത്. പൊയ്ക്കോളൂ, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടല്ലോ അത് മതി, അങ്ങനെ പറയരുത്. വേഗം പോരാ, പൊയ്ക്കോളി എന്നതിന്റെ അർത്ഥം, തിരിച്ചു പോരാ. നിങ്ങളോട് പോകണമെന്ന് പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ തിരിച്ചു പോരണം. ഹുവ അസ്കാ ലക്കും, ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങോട്ടാണ് നിങ്ങളുടെ കണ്ണുകൾ പോകുന്നതെന്ന് അല്ലാഹു അറിയുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത ആരൊക്കെയാണ് നിങ്ങൾ ഒളിക്കണ്ണുകൊണ്ട് നോക്കുന്നതെന്ന് അല്ലാഹു അറിയുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പ്രായപൂർത്തിയായിരിക്കുന്ന കുട്ടികളുമായി നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്ന് അല്ലാഹു അറിയുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ദുഷ്ടലക്ഷ്യം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ചിന്ത വിചാരങ്ങൾ പോലും വല്ലാഹു ബിമാ തഅമലൂന അലീം, ഒരു വീടിനുള്ളിൽ കയറി ചെല്ലുമ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു സുരക്ഷിതമാണിത്, ഒരു സുരക്ഷിതത്വമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വീട് നമുക്ക് അല്ലാഹു നൽകിയത് വലിയൊരു അനുഗ്രഹമായിട്ട് പഠിപ്പിച്ചു. വീടൊരു അനുഗ്രഹമാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.